ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വെർട്ടിക്കൽ ലൈൻസ് എന്താണെന്നും ഹൊറിസോണ്ടൽ ലൈൻസ് എന്താണെന്നുമാണ് പഠിച്ചത്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ് ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ ഇസ് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത ലൈൻസ്, അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും അല്ലാത്ത ലൈൻസിന് പറയുന്ന പേരാണ് സ്ലാൻഡിങ് ലൈൻസ്, ചരിഞ്ഞ ലൈൻസ് എന്ന് പറയും. അപ്പോൾ അത് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, ഇപ്പം ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. ഇതിപ്പം എക്സ് ആക്സിന് പാരലല്ല, വൈ ആക്സിസിനും പാരലല്ല, ചരിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ലൈൻ വരച്ചാലോ? ഇതും എക്സ് ആക്സിനും വൈ ആക്സിനും പാരലല്ല. ഈ ലൈൻ ഇതും എക്സ് ആക്സിസിനും വൈ ആക്സിനും പാരലല്ല. സോറി, ഈ ലൈൻ എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ ഇത് നോട്ട് എ സ്ലാൻഡിങ് ലൈൻ. ഇത് വൈ ആക്സിന് പാരലാണ്. ദിസ് ഈസ് നോട്ട് എ സ്ലാൻഡിങ് ലൈൻ. അപ്പോൾ ഈ മൂന്നും സ്ലാൻഡിങ് ലൈൻസ് എന്ന് പറയും. അപ്പോൾ സ്ലാൻഡിങ് ലൈൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെയ്തർ പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് നോട്ട് പാരലൽ ടു ദി വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിനും പാരലല്ല, വൈ ആക്സിസിനും പാരലല്ലാത്ത സ്ട്രെയിറ്റ് ലൈൻസിന് പറയുന്ന പേരാണ് സ്ലാൻഡിങ് ലൈൻസ്. ഇതാണ് സ്ലാൻഡിങ് ലൈൻസ്. അതായത് ലൈൻസ് നോട്ട് പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് നോട്ട് പാരലൽ ടു വൈ ആക്സിസ്, അതാണ് സ്ലാൻഡിങ് ലൈൻസ് വരച്ചിരിക്കുന്നത്. ഇതൊരു സ്ലാൻഡിങ് ലൈനാണ്, ഇതൊരു സ്ലാൻഡിങ് ലൈനാണ്, ഇതൊരു സ്ലാൻഡിങ് ലൈനാണ്, ഇതൊരു സ്ലാൻഡിങ് ലൈനാണ്. ഇത് പാരലലാണ്, അതുകൊണ്ട് നോട്ട് സ്ലാൻഡിങ്. ഇത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, ദെർഫോർ നോട്ട് സ്ലാൻഡിങ് ലൈൻ. അപ്പോൾ സ്ലാൻഡിങ് ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഇവിടെ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കണം. ഇതൊരു സ്ലാൻഡിങ് ലൈനാണ്. ഈ സ്ലാൻഡിങ് ലൈൻ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു സ്ലാൻഡിങ് ലൈൻ എക്സ് ആക്സിസുമായിട്ട് പാരലൽ അല്ലാത്തതുകൊണ്ട് അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ലാൻഡിങ് ലൈൻ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആംഗിൾ ഫോം ചെയ്യും. അപ്പോൾ ഈ എക്സ് ആക്സിസും ഈ ലൈനും തമ്മിൽ ഒരു ആംഗിൾ ഫോം ചെയ്യും. ആ ആംഗിളിന് തീറ്റ എന്ന് വിളിക്കും. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ആൻഡ് ദി എക്സ് ആക്സിസ്. അപ്പോൾ തീറ്റ അറിയാമെങ്കിൽ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. സപ്പോസ് ഇത് 30 ആണെങ്കിൽ 30 ഡിഗ്രി എന്ന് വരാം. അപ്പം എന്ത് പറയാം? ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ടുള്ള ചരിവ് 30 ഡിഗ്രി എന്ന് പറയാം. ഇപ്പോൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ലൈൻ എക്സ് ആക്സുമായിട്ടുള്ള ചരിവ് 45 ഡിഗ്രി എന്ന് പറയാം. 60 ഡിഗ്രി ആണെങ്കിൽ ഈ ലൈൻ എക്സ് ആക്സുമായിട്ടുള്ള ചരിവ് 60 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, ആ ചരിവ് അളക്കാനുള്ളൊരു ടൂളാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു, ഈ ചരിവ് അളക്കാനുള്ളൊരു ട്രിക്കാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്, ടാൻ തീറ്റ. അപ്പം ടാൻ തീറ്റ ഇസ് ദി slope of the line which make an angle theta with the x-axis. അപ്പോൾ ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അതിൻ്റെ സിമ്പൽ എം ആണ്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അതാണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇവിടെ ബോർഡിലൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, x1 y1. ഈ x1 y1ൽ കൂടെ പാസ് ചെയ്യുന്ന എത്ര ലൈൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. x1 y1ൽ കൂടെ കടന്നു പോകുന്ന ലൈൻ വരയ്ക്കണം. ഞാൻ ലൈൻ വരച്ചു. ഇത് L1. ഈ L1 ഇതിലെ കൂടെ ഈ പോയിന്റിൽ കൂടെ കടന്നു പോവുകയാണ്. അടുത്തൊരു ലൈൻ വരച്ചു, അതിന് L2 എന്ന് പേര് കൊടുത്തു. ആ L2 എന്നുള്ള ലൈനും ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അടുത്ത മൂന്നാമത് ലൈൻ വരച്ചു. ആ ലൈനും ആ L3 എന്ന് പറയുന്ന ലൈൻ, ആ ലൈനും x1 y1 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒന്നിലധികം ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും.
അപ്പോൾ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടാകും. ഈ കൺസെപ്റ്റ് ഓർത്തിരിക്കണം. ഒരു പോയിന്റേ ഉള്ളെങ്കിൽ ആ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട്. അടുത്തത്, ഈ ബോർഡിൽ 2 പോയിന്റ്സ് വരച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ നമ്മൾ 2 പോയിന്റ്സ് എ ബി 2 പോയിന്റ്സ് വരച്ചിട്ടുണ്ട്. ഈ 2 പോയിന്റ്സിൽ കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. L1 is a straight line which passes through the points capital A and capital B. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന x1 y1 എന്ന് പറയുന്ന പോയിന്റ്, ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന x2 y2 എന്ന് പറയുന്ന പോയിന്റ്. ഈ 2 പോയിന്റ്സിൽ കൂടെ കടന്നു പോകുന്ന ലൈനാണ് L1. ഇനി രണ്ടാമതൊരു ലൈൻ വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഈ 2 പോയിന്റ്സിൽ കൂടെ കടന്നു പോകുന്ന രണ്ടാമതൊരു ലൈൻ ഒരിക്കലും വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒറ്റൊരു ലൈൻ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഒരു ലൈൻ എന്ന് പറയുമ്പോൾ 2 പോയിന്റ്സിൽ കൂടെ കടന്നു പോകും മിനിമം. അപ്പോൾ യൂണിക് ലൈനാണ്. ഈ ഒന്നിൽ കൂടുതൽ ലൈനില്ല, ഒറ്റ ലൈനേ ഉള്ളൂ. ആ ലൈൻ x1 y1 x2 y2, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് x1 y1 x2 y2 എന്നുള്ള 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ ആ 2 പോയിന്റ്സിലും കൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ലൈൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓരോരുത്തർക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ചോദിക്കാം. ഇപ്പോൾ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, ആ 2 പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന എത്ര ലൈൻസ് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റ ലൈൻ മാത്രമേ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഒരു ലൈൻ തന്നിട്ടുണ്ട്, എ ബി എന്ന് പറയുന്ന ലൈൻ തന്നിട്ടുണ്ട്. ഇതൊരു സ്ലാൻഡിങ് ലൈനാണ്. ഈ ലൈൻ 2 പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു, x1 y1 ആൻഡ് x2 y2. ഇതിനെങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിനെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്നും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതൊന്നും തന്നിട്ടില്ല. ജസ്റ്റ് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ലൈനും വരച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പറയുന്നു ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. തീറ്റ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും, ടാൻ തീറ്റ. പക്ഷേ ഇവിടെ തീറ്റ തന്നിട്ടില്ല. തീറ്റ തരാതെ തന്നെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതിനൊരു ഫോർമുലയുണ്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. m is equal to y2 minus y1 by x2 minus x1. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, അത് മറന്നു പോരുത്. 2 പോയിന്റ്സ് x1 y1 x2 y2 തരുമ്പോൾ ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല y കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ്, അത് മേളിൽ വരും. അതായത് y2 മൈനസ് y1 മേളിൽ വരും. താഴെ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് ദി y കോർഡിനേറ്റ്സ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് ദി x കോർഡിനേറ്റ്സ്. ഇതാണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ എ ബി. ഇത് നിങ്ങൾ മറന്നു പോരുത്, ഈ ഫോർമുല ഓർത്തിരിക്കണം. അതിനൊക്കെ m is equal തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല m is equal to tan തീറ്റ. അടുത്തത് ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ വിച്ച് മേക്സ് ആൻ ആംഗിൾ 60 degree വിത്ത് ദി എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്, അതായത് തീറ്റ തന്നിട്ടുണ്ട്. തീറ്റ തരുമ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല m is equal to tan തീറ്റ. അപ്പോൾ ഇവിടെ സ്ലോപ്പ് പടമൊന്നും വരച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഫോർമുല അറിയാം. m is equal to tan തീറ്റയാണ് ഫോർമുല. തീറ്റ 60 degree എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് m is equal to tan തീറ്റ. ഇവിടെ തീറ്റ 60 degree, അപ്പോൾ tan 60 degree is equal to √3. അത് നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. tan 60 ഡിഗ്രിയുടെ വാല്യൂ √3 ആണ്. അതൊന്നും മറന്നു പോരുത്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സ്ലോപ്പ് കിട്ടി, tan തീറ്റ tan 60 ആണ്, √3 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. അപ്പോൾ അടുത്ത പ്രോബ്ലമാണ് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ വിച്ച് മേക്സ് ആൻ ആംഗിൾ 30 degree വിത്ത് ദി എക്സ് ആക്സിസ്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല m is equal to tan തീറ്റ. തീറ്റ തന്നിട്ടുണ്ട് 30 degree, ആൻസർ tan 30. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ 1/√3 ആണെന്നറിയാം. 1/√3. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ വിച്ച് മേക്സ് ആൻ ആംഗിൾ 45 degree വിത്ത് ദി എക്സ് ആക്സിസ്. അപ്പോൾ തീറ്റ 45 ആണെങ്കിൽ ആൻസർ എന്താണെന്ന് നോക്കാം.
അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ 45 എന്ന് വരും. ടാൻ 45 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസും ചോദിക്കാം സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്. അത് ചിലപ്പോൾ എ പാർട്ടിൽ 2 മാർക്ക് കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇനി അടുത്തത് ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഒരു സ്ലാൻഡിംഗ് ലൈനിന്റെ സ്ലോപ്സ് ആണ് ഇതുവരെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇനി ഹൊറിസോണ്ടൽ ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്ന് നോക്കാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഹൊറിസോണ്ടൽ ലൈൻ. ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ. ഈ ഹൊറിസോണ്ടൽ ലൈനും എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ 0 ആണ്. അത് നമുക്കറിയാം, ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ആംഗിൾ 0. അപ്പോൾ ഇവിടെ തീറ്റ 0 ആണ്. തീറ്റ 0 അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ 0 എന്ന് വരും. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനും എക്സ് ആക്സിസുമായിട്ട് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ആംഗിൾ ഇല്ല, ആംഗിൾ 0. ആംഗിൾ 0 ആകുമ്പോൾ, തീറ്റ 0 ആകുമ്പോൾ സ്ലോപ്പ് ടാൻ തീറ്റയാണ്. അപ്പോൾ ടാൻ 0 എന്ന് വരും. ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് 0. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്ന് പറയണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതും ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ. ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ 2 ഫോമുല ഉണ്ട്. ഒന്ന് m = tan തീറ്റ. ഇവിടെ തീറ്റ തന്നിട്ടില്ല, അപ്പോൾ ആ ഫോമുല ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഫോമുല എന്ന് പറഞ്ഞാൽ y2 - y1 x2 - x1 ആണ്. ഇവിടെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് 3 - 4, ഇത് x1 y1 എന്ന് എടുക്കാം. രണ്ടാമത്തെ പോയിന്റ് x2 y2. ഇവിടെ y2 - y1 കണ്ടുപിടിക്കാം. y2 - y1, y2 5 minus y1 minus 4. 5 minus 4 is 5 plus 4 9. ഇതാണ് y2 - y1. ഇനി x2 - x1 കണ്ടുപിടിക്കാം. x2 എന്ന് പറയുന്നത് -3 minus x1 is 3. അപ്പോൾ -3 - 3 -6 എന്ന് വരും. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതണം. m = y2 - y1 x2 - x1. ഇതാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കണ്ടുപിടിക്കുക. y2 - y1 കണ്ടുപിടിച്ച് 9, x2 - x1 -6, 9 by -6. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ -3/2 എന്ന് വരും. ഇതാണ് സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങൾ തെറ്റിച്ച് കളയരുത്. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് 3, 5 ആൻഡ് -3, 5. ഇവിടെയും തീറ്റ തന്നിട്ടില്ല, ആംഗിൾ തന്നിട്ടില്ല. അപ്പം പിന്നെ രണ്ടാമത്തെ ഫോമുല y2 - y1 x2 - x1 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് x1 y1 x2 y2 അറിയണം. ഇവിടെ ആദ്യത്തെ പോയിന്റ് 3, 5 x1 y1 എന്ന് കൊടുക്കുക. 3, 5 is x1 y1 and -3, 5 is x2 y2. Then y2 - y1. y2 - y1 എന്ന് പറഞ്ഞാൽ 5 - 5 is equal to 0. x2 - x1 is equal to -3 - 3 -6. Slope m is equal to formula y2 - y1 x2 - x1 is equal to 0 by -6. 0 by -6 is 0. അപ്പോൾ സ്ലോപ്പ് 0. സ്ലോപ്പ് 0 എപ്പോഴാണ് സ്ലോപ്പ് 0 ആവുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ ആവുമ്പോഴാണ് സ്ലോപ്പ് 0 ആവുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലോപ്പ് 0 വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. 2 പോയിന്റ്സ് തന്നാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് 3, -6 ആൻഡ് 3, 7. ഇവിടെയും 2 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പോയിന്റ്സിന് നമ്മൾ x1 y1 എന്നും x2 y2 എന്നും കൊടുക്കണം. ഇത് x1 y1, ഇത് x2 y2. ഓക്കെ, അപ്പോൾ y2 - y1 കണ്ടുപിടിക്കാം. 7 - -6, 7 + 6 is equal to 13. y2 - y1 is 7 - -6 is equal to 7 + 6 is equal to 13.
x2 minus x1 is equal to 3 minus 3 is equal to 0. Slope m is equal to y2 minus y1 by x2 minus x1 is equal to 13 by 0 is equal to not defined or infinity എന്ന് എഴുതാം. അപ്പോൾ സ്ലോപ്പ് ഇൻഫിനിറ്റി ആവുന്നു. അപ്പോൾ നോക്കിക്കോ നിങ്ങൾ, ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്. എക്സ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ടാൻ തീറ്റ ടാൻ 90 ഇൻഫിനിറ്റി ആണ്. അപ്പോൾ സ്ലോപ്പ് എന്താണ്? വെർട്ടിക്കൽ ലൈനിൻ്റെ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലൈൻ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലോപ്പ് ഇൻഫിനിറ്റി ആവത്തില്ല. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ വെർട്ടിക്കൽ ലൈൻ ഈസ് ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ്? വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ആംഗിൾ 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആണ്. ടാൻ 90 എന്ന് പറഞ്ഞാൽ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ 90 ഡിഗ്രിയാണ്. ടാൻ 90 ഡിഗ്രി ഇൻഫിനിറ്റ് ആണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഒരു വെർട്ടിക്കൽ ലൈനിൻ്റെ സ്ലോപ്പ് എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ സ്ലോപ്പ് 0യും വെർട്ടിക്കൽ ലൈനിൻ്റെ സ്ലോപ്പ് ഇൻഫിനിറ്റിയുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. കാരണം എന്താ? അതിൻ്റെ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.